മമ്പൂരപ്പൂമക്കാമിലെ മൗലാദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ ഹുത്ബോലി സയ്യിദാലെ വിരലി അല്ലാഹ് മമ്പൂരപ്പൂമക്കാമിലെ മൗലാദവിയിലെ വാസിലെ ഇമ്പപ്പൂവായ ഹുത്ബോലി സയ്യിദാലെ വിരലി അല്ലാഹ്. അപ്പോൾ നമ്മളിന്നൊരു അടിപൊളി ഒരു ഗിവ് അവേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള അടിപൊളി ഗിവ് അവേ ആണ്. അപ്പോൾ ഗിവ് അവേ എന്താണെന്നും അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ വീഡിയോൻ്റെ എൻഡിലാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏതായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സാധാരണ ഞങ്ങൾ ഇടുന്ന പോലുള്ള വീഡിയോ അല്ല, ഇത് നമ്മളെ ഒരു വെറൈറ്റി ആയിട്ടുള്ള യൂട്യൂബ് ചാനലിലെ ഫാമിലികൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരുവിധം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഗിവ് അവേ ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇതിന്റെ എൻഡിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണുക അല്ലെ സലീമേ? അതെ. ഓക്കെ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ? ഓക്കെ. അപ്പം നമ്മളെ മനാമയിലുള്ള അൽസഫ ഡെന്റൽ സെന്ററിലേക്ക് ഒരു ചെറിയൊരു വിസിറ്റിംഗ് ആണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ, അവിടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അൽസഫ ഡെന്റൽ സെന്ററെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ആ വീഡിയോയിലേക്ക് കിടക്കാം. In the field of dental care with experienced doctors, excellent treatment and service, Al-Safa Dental Center, Manama. Tooth extraction, scaling and polishing, dental restorations, filling, root canal treatment, dentures, fixed and removable, crowns and bridges, whitening and bleaching, cosmetic dentistry with expert care. Al-Safa Dental Center, above Bahrain Pharmacy, Awal Building, Kingdom of Bahrain. For more information, 17483455. Al-Safa Dental Center, quality dental care at affordable cost. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് അൽസഫ ഡെന്റൽ സെൻറ്റർ നിൽക്കുന്ന ബിൽഡിങ്. അവാൽ ബിൽഡിങ് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് നമ്മുടെ മനാമ ബസ് ടെർമിനലിൽ നിന്ന് വളരെ സിമ്പിളാണ് ഇതിലേക്ക് വരാൻ. ബസ് ടെർമിനൽ കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ബസ് ടെർമിനൽ തൊട്ടടുത്താണ്, ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് അൽസഫ ഡെന്റൽ സെൻറ്റർ നിൽക്കുന്നത്. എമിറേറ്റ്സ് ബിൽഡിങ്ങിന് താഴെയാണ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ബഹ്റൈൻ ഫാർമസി നിൽക്കുന്ന ബിൽഡിങ്ങിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് അൽസഫ ഡെന്റൽ സെൻറ്റർ. ഒന്നുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മനാമയിൽ ഗോൾഡ് സിറ്റി അല്ലെങ്കിൽ ഡെൽമണ്ട് ഹോട്ടൽ ഇതൊന്നും അറിയാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ഗോൾഡ് സിറ്റീൻ്റെ അതുപോലെ ഡെൽമണ്ട് ഹോട്ടലിൻ്റെ ഒക്കെ കുറച്ച് മുമ്പോട്ട് വന്നാൽ ഒരു 50 മീറ്റർ വേണ്ട, കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ ബഹ്റൈൻ ഫാർമസി നിൽക്കുന്ന ബിൽഡിങ് കാണാം. അവാൽ ബിൽഡിങ് എന്നാണ് പേര്. സെയിം ബിൽഡിങ്ങിൽ സെക്കൻഡ് ഫ്ലോറിലാണ് അൽസഫ ഡെന്റൽ സെൻറ്റർ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് നോക്കാം. മെയിനായിട്ട് ഈ ബിൽഡിങ്ങിന് 4 എൻട്രൻസ് ആണുള്ളത്. ബിൽഡിങ്ങിന് 4 ഭാഗത്തും എൻട്രൻസ് ഉണ്ട്. 2 ഭാഗത്താണ് ലിഫ്റ്റ് ഉള്ളത്, 2 ഭാഗത്ത് സ്റ്റെയർ കേസാണുള്ളത്. ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. ബഹ്റൈൻ ഫാർമസിൻ്റെ തൊട്ട് ചാരിയുള്ള ഒരു ഇടനായിലൂടെ നടന്നു വന്നു കഴിഞ്ഞാൽ, കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് ഭാഗത്തൊരു ലിഫ്റ്റ് ഉണ്ട്. ഈ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്ലോർ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു എൻട്രൻസ് എന്ന് പറയുന്നത് ആ സെയിം പാത്ത് കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ സ്റ്റെയർ കേസ് ഉണ്ട്. സ്റ്റെയർ കേസ് വഴി കയറാവുന്നതാണ്. ഈ നേരെ മുമ്പിൽ കാണുന്ന റോഡ് എന്ന് പറയുന്നത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പിറകിലൂടെ വരുന്ന റോഡാണ്. ഈ ഒരിടനായി കുറച്ച് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ലിഫ്റ്റ് ഉണ്ട്. ഒരു പക്ഷേ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടി പാർക്ക് ചെയ്ത് വരുന്നവർക്ക് ഏറ്റവും പ്രിഫർ ചെയ്യാൻ പറ്റിയ ലിഫ്റ്റ് ഇതായിരിക്കും.
അവർക്കൊന്നും കൂടി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിഫ്റ്റ് ആയിരിക്കും. പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ ആ ഒരു സൈഡിലുള്ള ലിഫ്റ്റാണിത്. ഇപ്പം നമ്മൾ 2 ലിഫ്റ്റ് കണ്ടു കഴിഞ്ഞു. മൊത്തം 4 എൻട്രൻസിൽ 2 ലിഫ്റ്റ്, 2 സ്റ്റെയർ കേസ്. അപ്പോൾ ഏകദേശം നമ്മുടെ റൈറ്റ് ഭാഗത്തായിട്ട് ഈ കാണുന്നതാണ് പാർക്കിംഗ് ഗ്രൗണ്ട്. പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡ്. അപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്നവർക്കും പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ലിഫ്റ്റാണ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത്. പിന്നെ അതല്ല, സ്റ്റെയർ കേസ് പ്രിഫർ ചെയ്യുന്നവർക്ക് ഇവിടെ സ്റ്റെയർ കേസ് ഉണ്ട്. 4 എൻട്രൻസിലും ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ അൽസഫ ഡെൻ്റൽ സെൻറ്ററിൻ്റെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഡയറക്ഷൻ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഏകദേശം 2nd ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഓരോ സ്റ്റെയർ കേസ് കയറുമ്പോഴും ഡയറക്ഷൻ ബോർഡ് ഉണ്ട് കേട്ടോ, ആരോ മാർക്ക് ഇട്ടിട്ട്. ഇത് കണ്ടില്ലേ, അൽസഫ ഡെൻ്റൽ സെൻറ്റർ. നമ്മൾ ഏകദേശം 2nd ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അൽസഫ ഡെൻ്റൽ സെൻറ്ററിൻ്റെ എൻട്രൻസിക്ക് ഇതാണ് എൻട്രൻസ്. ഇപ്പോൾ നമ്മൾ അൽസഫ ഡെൻ്റൽ സെൻറ്ററിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇനി ബാക്കി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. സലീമേ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ക്ലിനിക്കൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, ക്ലിനിക്കിൻ്റെ എല്ലാ ഭാഗവും എല്ലാവരും കണ്ടു. പക്ഷേ നമുക്ക് അറിയേണ്ടത്, നമ്മളെ പ്രേക്ഷകർക്ക് അറിയേണ്ടതെന്ന് വെച്ചാൽ, ഈ അൽസഫ ഡെൻ്റൽ സെൻറ്ററിൻ്റെ അകത്ത് എന്തൊക്കെ ഓഫറുകളാണുള്ളത്, ഏതൊക്കെ ഡോക്ടർമാരാണുള്ളത്, എത്ര ഡോക്ടർമാരുണ്ട്, അവിടുത്തെ ടൈമിങ് ഒക്കെയാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. ഇവിടെ സത്യത്തിൽ എത്ര ഡോക്ടർമാരുണ്ട്? നമുക്കിപ്പോൾ 3 ഡോക്ടേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ. ഒരു മെയിൽ ഡോക്ടർ, 2 ലേഡി ഡോക്ടേഴ്സ്. ഓക്കെ. ഈ 2 ലേഡി ഡോക്ടേഴ്സും മലയാളീസ് ആണ്. മെയിൽ ഡോക്ടർ നോർത്ത് ഇന്ത്യൻ ആണ്. 3 ഡോക്ടേഴ്സും വെൽ എക്സ്പീരിയൻസ്ഡ്, എക്സ്പേർട്ട് ആയിട്ടുള്ള നല്ല ഉഷാറായിട്ടുള്ള ഡോക്ടേഴ്സാണ്. നല്ല സർവീസാണ്, ഉഷാർ സർവീസാണ്. എങ്ങനെ ഒരു പേഷ്യന്റ് പോലും ഒരു തരത്തിലുള്ള കംപ്ലൈന്റും ഡോക്ടേഴ്സിനെ പറ്റി ഇന്നേവരെ പറഞ്ഞിട്ടില്ല. എല്ലാവരും 100% സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡോക്ടേഴ്സിന്റെ കാര്യത്തിൽ നമുക്ക് അത്രയും നല്ല ഗ്യാരണ്ടി നമുക്ക് ഉറപ്പ് തരാം. നമ്മൾ കോൺഫിഡന്റ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ടൈമിംഗ് എങ്ങനെയാണ്? ഈ അൽസഫ ഡെന്റൽ സെന്ററിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? നമ്മൾ രാവിലെ 9 മണിക്ക് ഓപ്പൺ ചെയ്യും. രാവിലെ 9 മണിക്ക് ഓപ്പൺ ചെയ്താൽ കണ്ടിന്യൂസ് ആയിട്ട് രാത്രി 10 മണി വരെ നമ്മുടെ വർക്കിംഗ് ടൈമാണ്. ഈ 10 മണി വരെ ഡോക്ടേഴ്സ് അവൈലബിൾ. രാവിലെ 9 മണി മുതൽ രാത്രി 10 മണി വരെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ. അതുപോലെ ചിലർക്ക് ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് പിന്നെ ഇത് ചെയ്യാൻ പറ്റും, ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതായത് കറക്റ്റ് ഒരു ലൊക്കേഷൻ, ഇത് ബിൽഡിംഗ് നമ്പറും കാര്യങ്ങളൊക്കെ അല്ലേ, ഏത് ബിൽഡിങ്ങിലാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബഹ്റൈനിൽ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ക്യാപിറ്റൽ സിറ്റിയാണ് മനാമ. ഓക്കെ. അത് മനാമയില് എല്ലാവർക്കും അറിയുന്ന ഒരു ഇതായിരിക്കും ഗോൾഡ് സിറ്റി എന്ന് പറയും. ഓക്കെ. അതായത് ഗോൾഡ് സിറ്റി. ഓക്കെ. ഗോൾഡ് സിറ്റിയുടെ കുറച്ച് മുമ്പോട്ട് വന്നാല് റൈറ്റ് സൈഡില് ഒരു ബഹ്റൈൻ ഫാർമസി കാണാം. ഓക്കെ. അവാൽ ബിൽഡിംഗ്. അതെ, ബിൽഡിങ്ങിന്റെ പേര് അവാൽ ബിൽഡിംഗ് ആണ്. മെയിൻ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ബഹ്റൈൻ ഫാർമസി. ഓക്കെ. ആ സെയിം ബിൽഡിങ്ങില് ഓക്കെ 2nd ഫ്ലോറിലാണ് നമ്മുടെ ക്ലിനിക്ക് വരുന്നത്. അവാൽ ബിൽഡിങ്ങില് 2nd ഫ്ലോറിലാണ് നമ്മളെ ക്ലിനിക്ക് വരുന്നത്. പക്ഷെ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റിൽ കാണിച്ച് 2-3 എൻട്രൻസ് ഉണ്ട് അല്ലേ? ഈ ബിൽഡിങ്ങില് 4 എൻട്രൻസ് ആണ് മെയിൻ ആയിട്ട് ബിൽഡിങ്ങിലുള്ളത്. അതിൽ 2 ഭാഗത്ത് സ്റ്റെയർ കേസും 2 ഭാഗത്ത് ലിഫ്റ്റും ആണുള്ളത്. ഓക്കെ. ഞാൻ സ്റ്റെയർ കേസ് വഴിയാണ് വന്നത്, അത് ഇവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് വീഡിയോയില്. പക്ഷെ 2 ലിഫ്റ്റും ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2nd ഫ്ലോറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അല്ലേ? പിന്നെ നമ്മുടെ ബിൽഡിങ്ങിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വിശാലമായിട്ട് പാർക്കിംഗ് ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് പാർക്കിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും ഫ്രീ സ്ലോട്ടുകൾ എടുക്കുന്നതുകൊണ്ട് പാർക്കിങ്ങിന് യാതൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യില്ല. പിന്നെ വരാനും തന്നെ ബസ് സ്റ്റാൻഡിലൂടെ തൊട്ടടുത്തായതുകൊണ്ട് ബസ്സിലൊക്കെ വരുന്നവർക്ക് ബസ് ഇറങ്ങിയിട്ട് നടക്കാൻ ദൂരമേ ഉള്ളൂ. ഓക്കെ സലീമേ, അപ്പോൾ നമ്മളെ അൽസഫ ഡെന്റലിൽ മെയിൻ ആയിട്ട് എന്തൊക്കെ സർവീസുകളാണ് വരുന്നത്? ഇവിടെ എന്തൊക്കെ സർവീസാണ് നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സർവീസുകൾ എന്ന് പറഞ്ഞാൽ കോസ്മെറ്റിക് ഡെന്റിസ്ട്രി. ഓക്കെ. അതായത് ഇപ്പൊ നമ്മുടെ ഈ മുമ്പത്തെ പല്ലൊക്കെ പൊട്ടി പോവുക, അല്ലെങ്കിൽ പല്ലിന്റെ ഇടയിൽ ഗ്യാപ്പ് ഒക്കെ വരിക, ഇതൊക്കെ ഫിൽ ചെയ്തിട്ടുള്ള അതൊക്കെ ഗ്യാരണ്ടി സഹിതം ഫില്ല് ചെയ്ത് 100% ഗ്യാരണ്ടിയോട് കൂടി. പക്ഷെ അതിനൊക്കെ ചെറിയ ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് അതിന്റേതായ കെയറിംഗ് വേണം. പക്ഷെ അത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടുന്ന ഒരു സെക്യൂരിറ്റി ആണെങ്കിലും സേഫ്റ്റി എങ്ങനെയാലും ആർട്ടിഫിഷ്യൽ ഇതിന് കിട്ടില്ല. അപ്പൊ
ഇതൊരു ആർട്ടിഫിഷ്യൽ ഇതാണ് എന്നുള്ളതിൽ കെയർ ചെയ്ത്. പിന്നെ എന്താ ഉള്ളത് ഫെസിലിറ്റി? പിന്നെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഓക്കെ. പിന്നെ ടീത്ത് എക്സ്ട്രാക്ഷൻ ഉണ്ട്, അതുപോലെ നമ്മള് വെപ്പ് പല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്, ഡെഞ്ചർ. പിന്നെ ഇപ്പോഴത്തെ പുതിയൊരു ഇത് കണ്ടിരുന്നല്ലോ, എന്തോ ഈ പല്ലും എന്തോ ഒരു സ്റ്റോണോ അങ്ങനെ എന്തോ വെക്കുന്നത്, ടീത്ത് ക്രിസ്റ്റൽ എന്ന് പറയും, അല്ലെങ്കിൽ ടീത്ത് ജ്വൽ എന്ന് പറയും. അത് പുതിയത് വന്നതാ? അതെ, പുതിയതായിട്ടല്ല, അത് നല്ല അടിപൊളിയായിട്ട് ഇപ്പൊ അടുത്താണ് അത് ഹൈലൈറ്റ്. അതെന്താ പല്ലുമ്മ ഒരു പിന്നെ ഒരു സ്റ്റോൺ വെക്കുക അല്ലെ? ഗോൾഡ് വെക്കുന്നവർ അത് ജസ്റ്റ് ഷോക്ക് വേണ്ടിട്ട്. അതെ, ഷോക്ക് വേണ്ടിട്ട്. ഓക്കെ. ഈ സെലിബ്രിറ്റീസ് മറ്റൊക്കെ ചെയ്യുന്നതാണ്. ഓക്കെ ഓക്കെ. പിന്നെ വേറെന്താ ഉള്ളത് സർവീസ്? പിന്നെ മറ്റ് വൈറ്റനിങ് ഉണ്ട്, ബ്ലീച്ചിങ് ഉണ്ട്, ക്രൗൺ ആൻഡ് ബ്രിഡ്ജസ് ഉണ്ട്, സ്കെയിലിംഗ് ആൻഡ് പോളിഷിംഗ്. അതായത് ഇപ്പോ ഈ സിഗരറ്റ് വലിക്കുന്നവര് അല്ലെങ്കിൽ ടീത്തിന് വല്ലാതെ ഓവർ കെയറിങ് കൊടുക്കാത്തവർക്ക് പല്ലുകളിൽ സ്ട്രെയിൻസും മറ്റും, അതായത് ഐക്ക് പോലെ ഡെപ്പോസിറ്റുകൾ ഒരുപാടുണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മെഷീൻ വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇതൊക്കെ ഇപ്പോ ഈ പറയപ്പെട്ട ഈ ടൈമിങ്ങിൽ, അതായത് 9 to എത്ര പറഞ്ഞു? 9 to 10, രാവിലെ 9 മണി മുതൽ 10 മണി വരെ. എന്നാൽ ഏതെങ്കിലും ഡോക്ടർ അവൈലബിൾ ആയിട്ട് ഉണ്ടാവും, ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ? പക്ഷെ ഇതിനൊക്കെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾ നല്ല ഓഫർ പ്രൈസിലാണ് ഇത് കൊടുക്കുന്നത് അല്ലേ? എവിടെയും കൊടുക്കാത്ത രീതിയിലുള്ള, അതായത് നമ്മൾ പറയുന്ന കേട്ടിട്ടുള്ള ഒരു ഫ്രണ്ട്ലി, കൺസ്യൂമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അതായത് പേഷ്യൻസിന് തന്നെ, അതായത് കസ്റ്റമർക്ക് തന്നെ ഒരു എത്ര പ്രൈസ് ഉണ്ടല്ലോ എന്നുള്ള ഒരു ചിന്ത വരരുത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അവർ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി പോകണം. അതായത് ഞാൻ ഇപ്പൊ ഇത്ര പൈസ കൊടുത്തല്ലോ എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരരുത്. ഓക്കെ. അപ്പോൾ വളരെ ചീപ്പ് റേറ്റിലാണ് നിങ്ങൾ ഇതൊക്കെ എല്ലാ സർവീസുകളും ചെയ്തു കൊടുക്കുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് ആവശ്യമുള്ളത്, നമ്മുടെ പ്രേക്ഷകർക്കും അത് തന്നെയാണ് ആവശ്യമുള്ളത്. ഓക്കെ. പിന്നെ ഇവിടെ നമ്മൾ അൽസഫ ഡെന്റൽ സെന്ററിൽ എത്രയാണ് കൺസൾട്ടേഷൻ ഫീസ് വരുന്നത്? കൺസൾട്ടേഷൻ ഫീ ആയിട്ട് നമ്മൾ 1 ദിനാർ മാത്രമേ ചാർജ് ചെയ്യുന്നു. ഓൺലി 1 ദിനാർ? 1 ദിനാർ മാത്രം. അത് എനിക്ക് തോന്നുന്നു ഇവിടെ ബഹ്റൈനിൽ നിങ്ങൾ മാത്രമായിരിക്കും ചെയ്യുന്നത്. മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഒരു പക്ഷേ 3 ദിനാർ, 5 ദിനാർ, 6 ദിനാർ ഒക്കെ എക്സ്പീരിയൻസിനനുസരിച്ചൊക്കെ റേറ്റ് ഫിക്സ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ വെറും 1 ദിനാർ, ഏത് ഡോക്ടർ ആണെങ്കിലും 1 ദിനാർ മാത്രം. ആ 1 ദിനാർ തന്നെ 45 ദിവസത്തെ വാലിഡിറ്റി ഉണ്ട്. അതായത് 45 ദിവസത്തേക്ക് പിന്നെ ഇനി എത്ര വട്ടം അയാള് കാണിക്കാൻ വന്നാലും അയാൾക്ക് വേറൊരു ഫീസ് ഇല്ല. ഈ ഒരു 1 ദിനാർ 45 ദിവസം വാലിഡിറ്റിയുള്ള കൺസൾട്ടേഷൻ ഫീ ആണ്. വെരി ഗുഡ്. പിന്നെ നമ്മളെ ഈ സെന്ററിൽ നിലവിൽ ഇപ്പൊ എന്തൊക്കെയാണ് ഓഫറുകൾ നിങ്ങൾ ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്ന ഓഫർ എന്ന് പറഞ്ഞാൽ സ്കെയിലിംഗ് ആൻഡ് പോളിഷിംഗ് ആണ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ടീത്ത് ക്ലീനിങ്. അത് എന്താണ് ഓഫർ? അതായത് ഇവിടെ ബഹ്റൈനിലെ ഒരുവിധം ക്ലിനിക്കുകളെല്ലാം തന്നെ 10 BD മുതൽ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ക്ലീനിങ്ങിന് ചാർജ് ചെയ്യുന്നത്. നമ്മളിപ്പോ നിലവിൽ നമ്മൾ തന്നെ 6 BD, 7 BD, 8 BD ആ റേഞ്ചിലാണ് ചെയ്തിരുന്നത്. അതെ. ഇപ്പൊ നമ്മുടെ 5 BD ഇൻക്ലൂഡിംഗ് കൺസൾട്ടേഷൻ ആണ്. അതായത് ഓൺലി 5 BD. ഓൺലി 5 BDക്ക് നിങ്ങൾ സ്കെയിലിംഗ്, കംപ്ലീറ്റ് സ്കെയിലിംഗ്. നല്ല പ്രൈസ് ആണല്ലോ. അത് നല്ല ഗുഡ് പ്രൈസ് ആണ്. കിട്ടൂല, ഈ ഓഫർ കിട്ടൂല. ഇത് വാലിഡിറ്റി ഉണ്ട് എത്ര ദിവസം വരെ? ഇത് 1 മാസം വാലിഡിറ്റി ആണ് നമ്മൾ കിട്ടുക. അതായത് സെപ്റ്റംബർ 15 തീയതി വരെയാണ് നമ്മൾ ഇതിന് വാലിഡിറ്റി കിട്ടുക. ഇതിന്റെ ഉള്ളിൽ വന്നവർക്ക് അങ്ങനെ ഈ 5 ദിനാറിന് സ്കെയിലിംഗ് ഇൻക്ലൂഡിംഗ് കൺസൾട്ടേഷൻ ആട്ടോ. മറ്റേ നമ്മൾ കൺസൾട്ടേഷൻ വേറെ കൊടുക്കണ്ട. ഓക്കെ. നല്ലൊരു ഇതാണ്, ഓഫറാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ അൽസഫയെ കുറിച്ചുള്ള, അൽസഫ ഡെന്റൽ സെന്ററിനെ കുറിച്ചുള്ള എല്ലാ വിവരണവും അതിൻ്റെ A to Z കാര്യങ്ങളും സലീം നമ്മോട് പങ്കുവച്ചു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞൊരു ഗിവ് അവേ ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടിയിലേക്ക് എങ്ങനെയാണ് ഗിവ് അവേ, എന്താണ് ഗിവ് അവേ എന്നുള്ളത് സലീം ഇവിടെ പറയും. അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് കേട്ടു വെക്കാം. ഓക്കെ. അപ്പോൾ സലീമ, എന്താണ് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മൾ ഈ പ്രേക്ഷകർക്ക് ഗിവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ ഗിവ് അവേയിൽ വിന്നർ ആവുന്ന 2 പേർക്ക്, നമ്മൾ സെലക്ട് ചെയ്യുന്ന 2 ആളുകൾക്ക് നമ്മൾ സ്കെയിലിംഗ് ആൻഡ് പോളിഷിംഗ് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ 2 പേർക്ക് കേട്ടോ. നമ്മൾ സെലക്ട് ചെയ്യുന്ന മാഷാ അല്ലാഹ്, നമ്മൾ സെലക്ട് ചെയ്യുന്ന 2 പേർക്ക് സ്കെയിലിംഗ് ആൻഡ് പോളിഷിംഗ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. അതായത് കൺസൾട്ടേഷൻ ഒന്നുമില്ല. അതെ. ഇപ്പൊ നമ്മൾ ഓഫർ ഇട്ടിട്ടുള്ള 5 ദിനാറാണ്. ആ 5 ദിനാറും അവർക്ക് വരില്ല, ഫ്രീ ആയിട്ട് അവർക്ക് 2 പേർക്ക്. ഇത് എങ്ങനെയാണ് കിട്ടുക? എങ്ങനെയാണ് ഈ സംഭവം നമുക്ക് കിട്ടുക, ഈ പ്രേക്ഷകർക്ക് കിട്ടുക? ഇതെങ്ങനെയാണ് നിങ്ങൾ മത്സരത്തിൽ എങ്ങനെ പങ്കെടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതിന് വീഡിയോക്ക് താഴെ നിങ്ങളുടെ കോണ്ടാക്ട് നമ്പർ കമന്റ് ചെയ്യാം. ഓക്കെ. ഈ കണ്ട ആളുകളുടെ കോണ്ടാക്ട് നമ്പർ കമന്റ് ചെയ്യാം. എന്നിട്ട് എന്നിട്ട് അതിൽ നിന്ന് നമ്മള്
ലക്കി ഡ്രോ ആയിട്ട് 2 പേരെ തെരഞ്ഞെടുക്കും. ഈ ലക്കി ഇതിന് ടൈം ഉണ്ടോ? ടൈം ഉണ്ട്. ഈ വരുന്ന ഞായറാഴ്ച, അതായത് ഓഗസ്റ്റ് ഇന്ന് 17 ആണ്. ഇന്ന് 17 ആണ്. ഇന്ന് 17 ആണ്. 22-ാം തീയതി. ഈ വരുന്ന ഞായറാഴ്ച എത്രാം തീയതി ആണെങ്കിലും ഈ വരുന്ന ഞായറാഴ്ച ഓക്കെ. ഈ വരുന്ന ഞായറാഴ്ച നമ്മള് നറുക്കെടുക്കും. ആ നറുക്കെടുത്ത് നമ്മള് ആ നറുക്കെടുക്കുന്ന വീഡിയോയും വിന്നറേയും നമ്മൾ അന്ന് അനൗൺസ് ചെയ്യും. അപ്പൊ അനൗൺസ് ചെയ്ത മുതൽ 10 ദിവസം നമ്മൾ ടൈം കൊടുക്കും. ഈ 10 ദിവസത്തിന്റെ ഉള്ളിൽ വിന്നർ ആയിട്ടുള്ള ആള് ക്ലിനിക്കിൽ വന്നിട്ട് ആദ്യം വിളിച്ച അപ്പോയിന്റ്മെന്റ് എടുക്കുക. അപ്പോൾ അപ്പോയിന്റ്മെന്റ് എടുത്തതിന്റെ ശേഷം നമ്മൾ ക്ലിനിക്കിൽ വന്നിട്ട് നിങ്ങൾ പറയുക ഞങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ട് ഗിവ് അവേ കിട്ടിയ ആളുകളാണെന്ന് പറയുക, വിന്നറായ ആളാണെന്ന് പറയുക. അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ചെയ്തു തരും. ഓക്കെ. അപ്പോൾ ഗിവ് അവേ എന്താണ് എന്നുള്ളത് ഒന്നുകൂടെ, അത് എങ്ങനെ കിട്ടും എന്നുള്ളത് ഒന്നുകൂടെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ്. അതായത് നമ്മളെ ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളെ കോണ്ടാക്ട് നമ്പർ നമ്മളെ ഈ വീഡിയോൻ്റെ താഴെ നിങ്ങൾ കമൻറ്റിൽ അയക്കുക. ഓക്കെ. ആ കമൻറ്റിൽ അയക്കപ്പെട്ട നമ്പറുകൾ ഞങ്ങൾ അടുത്ത ഞായറാഴ്ച എല്ലാം കൂടെ കളക്ട് ചെയ്തിട്ട് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച ലക്കി ഡ്രോ ചെയ്യും. അല്ലേ സലീമേ? ലക്കി ഡ്രോ ചെയ്യും. അതിനകത്ത് അത് വീഡിയോ ചെയ്യുന്നതാണ്. അതിനകത്ത് വിന്നറാകുന്ന 2 ആളുകൾക്കാണ് ഈ പറയപ്പെട്ട ഗിവ് അവേ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത കേട്ടോ, ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ യോഗ്യരായ ആളുകൾ എന്ന് പറഞ്ഞാൽ ബഹ്റൈൻ. അതെ, ബഹ്റൈനിലുള്ളവർക്ക് മാത്രമാണ് കേട്ടോ. കാരണം ഇപ്പൊ നാട്ടിലുള്ളവർക്ക് ഇത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ബഹ്റൈനിലുള്ള ആളുകൾ മാത്രം ഈ ഗിവ് അവേയിൽ പങ്കെടുക്കും. മറ്റുള്ള വീഡിയോ കണ്ടോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഗിവ് അവേ ബഹ്റൈനിലുള്ള ആളുകൾക്ക് മാത്രമായിരിക്കും. ബഹ്റൈനിലെ ഏത് മൂലയിലുള്ള ആളുകൾക്കും ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ഇതിലും നല്ലൊരു ഗിവ് അവേ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അത് 100% ഷുവറാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഗിവ് അവേ ആയിട്ടില്ല സലീമേ, നമ്മൾ വീണ്ടും വരും. അപ്പോൾ ഞങ്ങളെ വീഡിയോ കാണാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക, കണ്ടവർ എത്തിച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗിവ് അവേ മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ല പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.